പദ്ധതി ഞങ്ങളുടെ കുഞ്ഞാണ്. അത് ഞങ്ങളുടെ കുഞ്ഞാണെങ്കിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കൊച്ചുമോളെയും ഞങ്ങളുടെ കൊച്ചുമോനെ ഒക്കെ ഞങ്ങൾ കൊണ്ടുവരും. ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ കൊച്ചുമോനായിരുന്നു പ്രധാനപ്പെട്ട വ്യക്തി. എല്ലാവരുടെയും കണ്ണുകൾ അങ്ങോട്ടായിരുന്നു. ഈ കൊച്ചുമന്ത്രിയെല്ലാം ആയോ, കുഞ്ഞു മന്ത്രി അങ്ങനെ വല്ലതും ആയോ? പറയാൻ പറ്റില്ല. അതുപോലെയാണ് കാര്യങ്ങളുടെ പോക്ക്. പിടിവിട്ടു പോവുകയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഒരു എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ അവകാശവാദം വരെ ഉന്നയിച്ചിരിക്കുകയാണ് വിഴിഞ്ഞത്തിൻ്റെ പേരിൽ. അല്പ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തോ ഒരു കടുത്ത എതിർപ്പായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ വിഴിഞ്ഞൻ പദ്ധതിക്കെതിരെ കേരളത്തിൽ നടന്നത്. ഒരു കാരണവശാലും ഈ പദ്ധതി ഇവിടെ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് അച്ചട്ടായിട്ട് പറഞ്ഞവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ. ഓർമ്മയുണ്ടോ VS അച്യുതാനന്ദൻ പറഞ്ഞത്? ഉമ്മൻചാണ്ടി അദാനിയെ കണ്ട് 300 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് പരസ്യമായിട്ട് പറഞ്ഞത്. അതെ, അതിനെ പിന്തുണച്ചവനാണ് ഈ വി ശിവൻകുട്ടിയും അതുപോലെ പിണറായി വിജയനും എല്ലാം. ഇപ്പോൾ നാണമില്ലാതെ മകളും കൊച്ചുമകളും ഒക്കെ ആയിട്ട്, അതും ഒരു കേസിൽ ED കേസിൽ 9ാം പ്രതിയായിട്ട് കുറ്റപത്രം ലഭിച്ച, ആ കുറ്റപത്രം ലഭിച്ചതിൻ്റെ പേരിലാണോ അവിടെ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. 300 കോടിയുടെ അഴിമതിയുള്ള സ്ഥാപനമാണല്ലോ അവിടെ കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. അതുപോലെ കൊച്ചുമകനെ എടുത്ത് എവിടെയാണ് സുരക്ഷാ അവലോകന യോഗം, അവിടെയാണ് ഇരുത്തിയിരിക്കുന്നത്. സുരക്ഷാ അവലോകന യോഗം. ഇപ്പോൾ ഏത് മന്ത്രി വന്നാലും പ്രധാനമന്ത്രി വന്നാലും ഞങ്ങളെന്ത് ദൂരദർശനിൽ നിന്ന് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കാറുണ്ട്. അവിടെ പ്രധാനപ്പെട്ട PRD പോലുള്ള വകുപ്പുകളുടെ, പോലീസിൻ്റെ തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥർ, അങ്ങനെയുള്ള ആളുകൾ, ഇതിനെ സംഘടിപ്പിക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് പങ്കെടുക്കാറുള്ളത്. ഒരു കൊച്ചുകുട്ടിയെപ്പോലും, മൈനറായിട്ടുള്ളൊരു കുട്ടിയെ അവിടെ പ്രവേശിപ്പിച്ചു കൂടാ. കാരണം അതിനുള്ള സ്ഥലമല്ല. വളരെ വളരെ സാങ്ക്ടിറ്റിയുള്ള ഒരു മീറ്റിംഗാണത്. അവിടെ വരുന്ന ആൾക്കാരുടെ എല്ലാം പേരെഴുതി വയ്ക്കും. നമ്മൾ പാലിക്കേണ്ട പ്രോട്ടോക്കോൾ ഇതിൽ ചർച്ച ചെയ്യും. സുരക്ഷ ഏർപ്പെടുത്തേണ്ട റീജിയൻ, വണ്ടി, വഴി, തിരിച്ചുവിടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കണം. Z കാറ്റഗറിയുള്ള, Z+ കാറ്റഗറിയുള്ള നമ്മുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. ആ സുരക്ഷാ യോഗത്തിലെ വിവരങ്ങൾ രഹസ്യമായിട്ട് വെക്കാനുള്ളതാണ്. സുരക്ഷാ അവലോകന യോഗം. ആ വിവരങ്ങൾ ഈ കൊച്ചു കുട്ടികളെ വെച്ചിട്ട് പറയുക, അനൗദ്യോഗികമായിട്ട് വന്ന സ്വന്തം മകളെ കേൾപ്പിക്കുക. അവർ നേരത്തെ തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റിൻ്റെ സ്ഥലത്ത് പോയി കണ്ടു. തലയിൽ ചട്ടിയുള്ള തൊപ്പി, എഞ്ചിനീയർമാർക്കും അവിടെ സന്ദർശകർക്കും കൊടുക്കുന്ന തൊപ്പിയൊക്കെ. അത് വലിയ ബറ്റാലിയനൊക്കെ ആയിട്ട് പോയിട്ട് 10 വണ്ടി, ബാക്കിൽ ഒരു 10 വണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഉദ്ഘാടനമോ മറ്റെന്തെങ്കിലും ആണോ, ഇനി പറഞ്ഞോണോ വേറെ എന്തെങ്കിലും ആണോ. അപ്പൊ നോക്കിയപ്പോ തോന്നുന്നില്ല, മുഖ്യമന്ത്രി വന്നത് കാണാൻ വേണ്ടി വന്നത്. കാണാൻ വേണ്ടി വരുന്നതിന് പോലും ഇത്രയും പരിവാരങ്ങളായിരുന്നു. അതെ, രഞ്ജിനി പറഞ്ഞ കാര്യമുണ്ട്. വൈസ് ചാൻസലറെ ഒക്കെ യൂണിവേഴ്സിറ്റികളുടെ അധികാരത്തിൽ നിന്ന് മാറ്റി സ്വയം അങ്ങ് ഏറ്റെടുക്കുകയാണ്. അതുപോലെ ഈ ഉദ്ഘാടനം സ്വയം അങ്ങ് ഏറ്റെടുത്ത് രാഷ്ട്രത്തിന് സമർപ്പിക്കാം വേണ്ടിയാണോ എന്ന് എനിക്കും തോന്നിപ്പോയി. സർവാധികാരിയെ പോലെ അവിടെ വന്നത്. പക്ഷേ നിങ്ങളുടെ പാസ്റ്റ് നിങ്ങൾ മറക്കരുത്. 300 കോടി വാങ്ങി എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ, അദ്ദേഹത്തെ ക്രൂശിച്ച ദിനങ്ങൾ നിങ്ങൾ മറക്കരുത്. എന്ത് പ്രയാസം സത്യസന്ധനായിട്ടുള്ള ആ മനുഷ്യൻ അനുഭവിച്ചു. നിയമസഭയിലെ അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യമുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി വ്യക്തമാക്കുക. അദ്ദേഹം അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് ഈ പദ്ധതി നടന്നില്ലെങ്കിൽ ഇനി ഒരു കാലത്ത് നടക്കില്ല എന്ന്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് അവസാനമായിട്ട്: എന്തോ എതിർപ്പുകളുണ്ടായാലും ശരി, എന്ത് അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചാലും ശരി, ഈ പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിരിക്കും. ആ ഉമ്മൻചാണ്ടിയുടെ ഇച്ഛാശക്തിയിൽ ഉദിച്ചുയർന്ന പദ്ധതിയാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള ഈ പദ്ധതി. ഒരുപക്ഷെ അദാനിക്ക് കൊടുത്തതുകൊണ്ട് ഇപ്പോൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. വേറെ ആരുമില്ല കോൺട്രാക്ട് ഏറ്റെടുക്കാൻ. ആ അദാനിയെയാണ് അഴിമതി വിധേയനാക്കിയത്, മൊദാനി എന്ന് പറഞ്ഞ് കളിയാക്കിയത്. മോദിയും അദാനിയും കൂടിച്ചേർന്ന കൺഗ്ലോമറേറ്റാണ് ഇന്ത്യ ഭരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങളാണ് CPM അന്ന് ഉന്നയിച്ചത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഏത് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതി വന്നത്? പ്രധാനമന്ത്രിയുടെ സാഗരമാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. ആ സാഗരമാല, ആ ദേശീയ ബോധമുള്ള ആ മനുഷ്യൻ ആവിഷ്കരിച്ച, ആ ഭാവന പൂർണ്ണമായിട്ട് ആവിഷ്കരിച്ച ആ പദ്ധതിയുടെ ഫലമായിട്ടാണ് കേരളത്തിന് ഇത് സമ്മാനിച്ചത്. കേരളത്തിന് കേന്ദ്രത്തിൻ്റെ പാരിതോഷികമാണ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് എ പബ്ലിക് ഓപ്പറേറ്റഡ് പ്രൈവറ്റ് പ്രോജക്റ്റ് ആണ്, POP. ഗവൺമെൻറ്റിൻ്റെ 100% നിയന്ത്രണത്തിലല്ല. ബിൽഡ് ഓപ്പറേറ്റ് എന്നുള്ളത് ചെയ്യുന്നത് BOP അടിസ്ഥാനത്തിലാണ്. ബിൽഡ് ആൻഡ് ഓപ്പറേറ്റ് എന്നുള്ളത് ചെയ്യുന്നത് അദാനി ഗ്രൂപ്പാണ്. അദാനി ഗ്രൂപ്പ് വിചാരിച്ചാൽ മാത്രമേ നടക്കൂ. കാരണം ഇത് വമ്പിച്ച ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. ഒരുപാട് നൂലാമാലകൾ കടക്കേണ്ടതുണ്ട്. പരിസ്ഥിതി ആഘാത പഠനം, ഇതെല്ലാം നടത്തേണ്ടത്. ഈ ആഘാത പഠനങ്ങളെല്ലാം സസൂക്ഷ്മമായിട്ട് നിർവഹിച്ചുകൊണ്ട്
ഒരുപാട് കേസുകൾ ഈ പദ്ധതിക്കെതിരെ നടന്നു. ബിഷപ്പുമാരുടെ, വൈദികരുടെ ഒക്കെ ഒരുപാട് എതിർപ്പുകൾ. സുപ്രീം കോടതി വരെ പോയിട്ട് അതിനെല്ലാം കൃത്യമായിട്ട് ഉത്തരം നൽകിയ AS സുരേഷ് ബാബു എന്ന് പറയുന്ന ആളാണ്, തിരുവനന്തപുരത്തുകാരൻ തന്നെ, ഇതിൻ്റെ സാക്ഷാത്കാരം നിർവഹിച്ചത്. സാക്ഷാത്കാരത്തിന് ഈ കേസുകളെല്ലാം കൈകാര്യം ചെയ്ത് തിരുവഞ്ചൂരാണ് അദ്ദേഹത്തെ നിയമിച്ചത്, സത്യസന്ധനായ മനുഷ്യൻ. എന്നിട്ട് ആ മനുഷ്യൻ അവിടെ ഇരിക്കുമ്പോൾ തങ്ങളുടെ ആളുകളെ അവിടെ നിയമിക്കണമെന്നുള്ള അഴിമതി കാണിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ള മന്ത്രിമാർ, അന്നത്തെ മന്ത്രിമാരും മറ്റുള്ളവരും, അത് ഒരു കാരണവശാലും യോഗ്യതയില്ലാത്തവരെ ഇവിടെ വയ്ക്കുകയില്ലെന്ന് ഉറച്ച നിലപാട് അദ്ദേഹം എടുത്തതിന് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ഇവരുടെ ആജ്ഞകൾ ശിരസ വഹിക്കുന്ന ആളിനെ അവിടെ കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഈ ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ഇതിനെ കൊല്ലാൻ. കുഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് ഇനി പോസ്റ്ററുകളിലൊക്കെ സാധാരണ പോസ്റ്ററുകൾ LDF സർക്കാരിൻ്റെ ഏത് പോസ്റ്ററും പിണറായി വിജയൻ്റെ പടം മാത്രമേ ഉള്ളൂ, വേറെ ആരുടെയും കാണത്തില്ല. ഇപ്പോൾ AKG സെൻറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് പോലും പിണറായി വിജയൻ്റെ പടം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിൽ മോദിയുടെ പടം വെച്ചിട്ടുണ്ട്. വെച്ചേ പറ്റൂ, അത് വെച്ചേ പറ്റൂ. കാരണം പക്ഷെ തിരിച്ച് ഇതിപ്പം ഇവിടെ കേരളത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാരിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ കേന്ദ്ര സർക്കാരിന്റെ ഒരു സൈറ്റിൽ അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തതിനകത്ത് മോദിയുടെ പടം മാത്രമേ ഉള്ളൂ. അതെ, ഇതിന്റെ രസകരമായ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ പാർട്ടിക്കാരനായ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തെ വിളിച്ചില്ല. കാര്യം എന്താ? അവിടെ പറയും അതെ, ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിയുടെ ആ പ്രോഡക്റ്റ് ആണ്. അത് വേണ്ട, ഒരു പ്രതിപക്ഷ നേതാവല്ലേ, ഒരു പ്രതിപക്ഷത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ വിളിക്കേണ്ടുന്ന ഒരു ആവശ്യകത നമ്മുടെ സംസ്ഥാന സർക്കാരുണ്ട്. അതുപോലും വിളിക്കാതാണ് കൊച്ചുമോനെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഭാര്യയും മകളും കൊച്ചുമോനും. മകൾക്ക് പിന്നെ ഇത്തിരി എന്തെങ്കിലും അറിയാന്നെങ്കിലും പറയാം. ഇനി കൊച്ചുമോൻ അറിയായിരിക്കും, കൊച്ചുമോനായിരിക്കും ബുദ്ധിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, അറിയില്ല. ഇത് നമ്മൾ കണ്ടാത്ത എക്സാലോജിക്കിൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം പോലെയാണ് ഇതിൻ്റെ അവലോകന യോഗത്തിന് കുടുംബത്തോടെ വന്നിരിക്കുന്നത്. എക്സാലോജിക് കമ്പനി കുറേ ആൾക്കാർ പിന്തുണയ്ക്കാൻ B. ശിവൻകുട്ടിയെ പോലെ കുറേ ആൾക്കാരും നിഷ്ഠുരമായിട്ട് വിഴിഞ്ഞത്തുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റിനെതിരെ നിന്ന മനുഷ്യനാണ്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞാണ് പോലും. നാണമല്ലേ 8 കാലി മമ്മൂഞ്ഞ് അവകാശപ്പെടുന്ന പോലെ. അത് പിന്നെ വേറൊരു സന്ദർഭത്തിലാണ്. ഇതങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവകാശപ്പെടുക, കാണാൻ കൊള്ളാവുന്ന കുഞ്ഞ് വരുമ്പോൾ അത് ഞങ്ങളുടെയാണെന്ന് അവകാശപ്പെടുക, അത് ഒരു ശരിയായിട്ടുള്ള ഒരു പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന സമയത്ത് ജനങ്ങളെ പോലും ഇളക്കി മറിച്ച് അവരെ പോലും ഉമ്മൻചാണ്ടിക്ക് എതിരായിട്ട് തിരിച്ചു. അന്ന് അവിടെ തിരിച്ചു. അങ്ങനെയാണ് എതിർപ്പുകളുണ്ടായത്. ഇപ്പോഴും കെട്ടടങ്ങാത്ത എതിർപ്പുകളുണ്ട്. അദാനിക്കെതിരെയുള്ള എതിർപ്പുകളുണ്ട്. എന്നിട്ടോ അദാനി ചെയ്തു നോക്കൂ. അദാനി ഗ്രൂപ്പ് ചെയ്ത നല്ല കാര്യം ഇത് ആരും തിരിച്ചറിയുന്നില്ല. അവിടെ തീരപ്രദേശത്തുള്ള അല്പം ഡിഗ്രിയെങ്കിലും വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളെ തെരഞ്ഞെടുത്ത് ഈ അവിടുത്തെ ഈ കാർഗോ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ജോബാണ്. ആ സ്കിൽഡ് ജോബ് ചെയ്യുന്നവരാക്കി മാറ്റി. നമ്മൾ അഭിമാനിച്ചു പോകും കേരളത്തിലെ ഈ പെൺകുട്ടികൾ, ദേശവാസികളായ. ഒരുപക്ഷെ നാളെ മത്സ്യം വിൽക്കാൻ വേണ്ടി തെരുവിലിറങ്ങേണ്ടി വരുന്ന പെൺകുട്ടികൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാർഗോ സർവീസ് യൂണിഫോമും ഈ തൊപ്പി ഇട്ടുകൊണ്ട് നടക്കും. അവരെയായിരുന്നു വിളിച്ച് ആ കസേരകളിരുത്തിയിരുന്നെങ്കിൽ ഒരു ED കേസിലെ പ്രതിയെ പിടിച്ച് അവിടെ ഇരുത്തുക എന്ന് പറഞ്ഞാൽ കേരളീയരോട് കാണിക്കുന്ന അവഹേളനമാണ്. കൊച്ചുമകൻ ഇരിക്കാനുള്ളതല്ല. കൊച്ചുമകനെ കൊണ്ടുപോകാൻ വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് കോവളത്ത് കാണിക്കാൻ കണ്ടുപോയിക്കൂടെ? ഔദ്യോഗികമായൊരു ചടങ്ങിൻ്റെ സുരക്ഷാ അവലോകന യോഗത്തിലാണോ? അത്ര നിസ്സാരമായിട്ടാണോ നിങ്ങളിത് എടുക്കുന്നത്? എന്നിട്ടോ പ്രതിപക്ഷ നേതാവിന് അവിടെ സ്ഥാനവുമില്ല. ക്യാബിനറ്റ് റാങ്ക് വഹിക്കുന്ന നിങ്ങൾ ഒരു മുന്നണിയിൽപ്പെട്ടവരല്ലേ. ഔദ്യോഗിക വാഹനത്തിൽ പോലും ഇത്തരത്തിലാണ് ഫാമിലിയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്ന് മാത്രം. ആന്റണി രാജു ഞങ്ങളുടെ ഒരു മഹാമനസ്കരയാണ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ച്. ഇത് കേട്ടാൽ തോന്നി ഇവരുടെ എല്ലാം കൂടെ ഒരു കുടുംബ സ്വത്താണ് ഈ കേരളം മുഴുവൻ എന്ന ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച്. എന്തൊരു അഹങ്കാരവും ധിക്കാരവുമാണ്. ഇനി ഒരു മൂന്നാമതൊരു ഊഴം കിട്ടാൻ വേണ്ടുന്നതെല്ലാം കോൺഗ്രസ് ഒരുക്കി വെക്കുന്നുണ്ട്. BJP സഹായിക്കണ്ട, കോൺഗ്രസ് തന്നെ ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പം മൂന്നാം വട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി? ഈ കുടുംബത്തിൻ്റെ ഒരു അധികാര ഗർവ് എന്നുള്ളതാണ് കേരളീയനെ ചിന്തിപ്പിക്കുന്നത്.